Balloon bells. ആഹാ, സർക്കാർ വീട് വാങ്ങാൻ വന്നതാണോ? ഞങ്ങൾ പാവങ്ങളാണ് കാലുബയ്യ. കുഞ്ഞുങ്ങൾക്കൊരു മേൽക്കൂര വേണം. അവർ മഴ നനഞ്ഞ് രോഗികളാവുകയാണ്. ഞങ്ങളോട് ദയ കാണിക്കൂ. വീട് വേണോ? എങ്കിൽ കൈക്കൂലി തരൂ. ഒരു പിടി ചോളം പൊടിയും 2 വലിയ ഏലക്കയും. എങ്കിലേ കാര്യം നടക്കൂ. മഴക്കാലം അടുത്തു കഴിഞ്ഞിരുന്നു. ആകാശത്തെ ഇടിമുഴക്കവും മരച്ചില്ലകളുടെ ആട്ടവും പറയുന്നത് ഇനി അധികം ദിവസങ്ങളില്ല എന്നാണ്. ഗോരിയും ഭൂരയും എന്ന ആ കുരുവി ദമ്പതികളും അവരുടെ 2 കുഞ്ഞുങ്ങളും ഒരു മരക്കൊമ്പിലിരുന്ന് ആലോചനയിലായിരുന്നു. കേൾക്കൂ ഭൂര, എല്ലാ വർഷവും മഴ വരുമ്പോൾ നമ്മൾ നനഞ്ഞു കുതിരും. നമ്മുടെ കുഞ്ഞുങ്ങൾ രോഗികളാകും. ഇത്തവണ നമുക്കൊരു പക്കാ വീട് വേണം. നീ പറഞ്ഞത് ശരിയാണ് ഗോരി. ഇത്തവണ നമ്മൾ സർക്കാർ വീട് വാങ്ങും. പഞ്ചായത്തിന്റെ പുതിയ പദ്ധതിയെക്കുറിച്ച് ഞാൻ കേട്ടു. എല്ലാ പക്ഷികൾക്കും സർക്കാർ വീട്. 2 പേരും ചിറകടിച്ചുയർന്ന് സർപഞ്ച് ധോദാരാമിന്റെ ഓഫീസിലേക്ക് തിരിച്ചു. വഴിമധ്യേ അവർ മീനുമാമിയെ കണ്ടു. അവരൊരു മരക്കൊമ്പിലിരിക്കുകയായിരുന്നു. അരെ വാ, ഇത്ര രാവിലെ ഈ ദമ്പതികൾ എങ്ങോട്ടാണ് പോകുന്നത്? ഒന്നുമില്ല മീനുമാമി, മഴ വരാറായി. ഇത്തവണ കുഞ്ഞുങ്ങളുമായി ഈ ആകാശത്തിന് താഴെ നനയാൻ വയ്യ. സർപഞ്ച് തോതാരാമിനെ കണ്ട് സർക്കാർ വീടിനായി ഒന്ന് അപേക്ഷിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പൊ സർക്കാർ വീട് സ്വപ്നം കാണുകയാണല്ലേ? എങ്കിൽ വഴിയിൽ ബ്രോക്കർ കാലുവിനെ കാണേണ്ടി വരും. കൈക്കൂലി ഇല്ലാതെ അവനൊരു പുൽക്കുടി പോലും അനക്കില്ല. അറിയാം മീനുമാമി, പക്ഷെ ശ്രമിക്കാതെ വയ്യല്ലോ. എല്ലാ വർഷവും കുഞ്ഞുങ്ങൾ രോഗികളാകുന്നു. അവർക്ക് വേണ്ടിയെങ്കിലും ഒരു നല്ല വീട് വേണം. ഇത്തവണ അഡ്ജസ്റ്റ്മെന്റ് വേണ്ട, നമ്മുടെ അവകാശമാണ് വേണ്ടത്. നടക്കൂ ഭൂര, വൈകുന്നു. ഭൂരയും ഗോരിയും പറന്നുപോകുമ്പോൾ മീനുമാമി അവരെ നോക്കി ഓർത്തു. കഷ്ടം, കാളു ബ്രോക്കർ അല്ലായിരുന്നെങ്കിൽ എനിക്കും ഇന്നൊരു നല്ല വീടുണ്ടായേനെ. എല്ലാ വർഷവും ഈ മഴക്കാലത്ത് ഇങ്ങനെ നനയേണ്ടി വരില്ലായിരുന്നു. പറന്നു പറന്ന് അവരൊരു വലിയ പേരാലിന്റെ ചുവട്ടിലുള്ള സർപഞ്ച് ധോദാരാമിന്റെ ഓഫീസിലെത്തി. സർപഞ്ച് ജി, നമസ്കാരം. ഞങ്ങൾക്കും ഒരു സർക്കാർ വീടിനായി അപേക്ഷിക്കണം. മഴ വരാറായി. ഞങ്ങൾക്ക് താമസിക്കാൻ ഇടമില്ല. എല്ലാ വർഷവും മഴയിൽ ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെടുന്നു. നോക്കൂ, പദ്ധതി എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ വഴി എളുപ്പമല്ല. ആദ്യം ബ്രോക്കർ കാലുവിനെ കാണൂ. അവനാണ് ഫോമുകൾ പൂരിപ്പിക്കുന്നതും കാര്യങ്ങൾ നീക്കുന്നതും. ഇതെന്താ, സർക്കാർ പദ്ധതിയോ അതോ കൈക്കൂലി പദ്ധതിയോ? സർക്കാർ പദ്ധതിയുടെ ലാഭം ലഭിക്കാനായി കടലാസു പണികൾ തീർക്കൽ നിർബന്ധമാണ്. അതിനായി നിനക്ക് ബ്രോക്കർ കാളുവിനെ കണ്ടുമുട്ടേണ്ടി വരും. ധോദാരാം പറഞ്ഞതനുസരിച്ച് നിവൃത്തിയില്ലാതെ അവർ ബ്രോക്കർ കാലുവിന്റെ ഓഫീസിലേക്ക് ചെന്നു. പുറത്ത് ഒരു പഴയ ബോർഡ് തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അതിൽ വലിയ അക്ഷരത്തിൽ എഴുതിയിരുന്നു, കാലു ഹൗസിംഗ് സർവീസ്, സർക്കാരുമായി നേരിട്ടുള്ള ബന്ധം, ചെറിയൊരു സേവന ഫീസോടെ. ആഹാ, സർക്കാർ വീട് വാങ്ങാൻ വന്നതാണോ? ഞങ്ങൾ പാവങ്ങളാണ് കാലുബയ്യ. കുഞ്ഞുങ്ങൾക്കൊരു മേൽക്കൂര വേണം. അവർ മഴ നനഞ്ഞ് രോഗികളാവുകയാണ്. ഞങ്ങളോട് ദയ കാണിക്കൂ. വീട് വേണോ? എങ്കിൽ കൈക്കൂലി തരൂ. ഒരു പിടി ചോളം പൊടിയും 2 വലിയ ഏലക്കയും. എങ്കിലേ കാര്യം നടക്കൂ. ഇത്രയും വലിയ തുക കൈക്കൂലി നൽകാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല. ഇതൊരു കൊള്ളയാണ്. എങ്കിൽ മഴ നനഞ്ഞു തന്നെ ഇരുന്നോ. ഇവിടെ സർക്കാർ കാര്യങ്ങൾ ഇങ്ങനെയാണ്. കൈക്കൂലി ഇല്ലാതെ ഒന്നും നടക്കില്ല. മനസ്സിലായോ? നമുക്ക് പോകാം ഭൂര. കാലു ഭായിക്ക് നൽകാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല. അടുത്ത ദിവസം പുലർച്ചെ ഗോരിയും ഭൂരയും കാട് മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. ആൽമരം മുതൽ വേപ്പുമരം വരെയുള്ള എല്ലാ പക്ഷികളെയും അവർ സംഘടിപ്പിച്ചു. നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ ആ ബ്രോക്കർ കാലുവിന് നമ്മളിൽ നിന്ന് കൈക്കൂലി വാങ്ങാൻ കഴിയില്ല. നമ്മൾ ശബ്ദമുയർത്തണം, അല്ലെങ്കിൽ നമുക്ക് അർഹമായ വീട് നഷ്ടപ്പെടും. ഈ പദ്ധതി നമ്മളെ പോലെയുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ്. സർക്കാർ വീട് നൽകുന്നത് ദരിദ്രർക്കാണ്, കാലുവിനെ പോലെയുള്ള ദല്ലാളന്മാർക്കല്ല. പതിയെ മയിൽ, കുയിൽ, ബുൾബുൾ, മൂങ്ങ, മൈന എന്നിവരുമൊപ്പം ചേർന്നു. എല്ലാവർക്കും പറയാൻ ഓരോ കൈപ്പേറിയ അനുഭവങ്ങളുണ്ടായിരുന്നു. കാളു ബ്രോക്കർ ഏതൊക്കെ പക്ഷികളെ വീട് വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചോ
ആ ചതികളെല്ലാം ഇനി തോതാരാം സർപ്പഞ്ചിന്റെ മുൻപിൽ തുറന്നു പറയണം. അതെ, തീർച്ചയായും. കാലുവിന്റെ അഴിമതിയിൽ മനം മടുത്ത് എല്ലാ പക്ഷികളും സർപ്പഞ്ച് തോതാരാമിനെ കാണാൻ ചെന്നു. തോതാരാം എല്ലാവരുടെയും പരാതികൾ ശ്രദ്ധയോടെ കേട്ടു. സർപ്പഞ്ച് ജി, ഇതൊരു പദ്ധതിയോ അതോ ദല്ലാർ പണിയോ? ബ്രോക്കർ കാല് എല്ലാവരോടും കൈക്കൂലി ചോദിക്കുന്നു. അത് നൽകാതെ ഒരടിയും മുന്നോട്ട് പോകില്ല. ഞങ്ങൾ പാവം പക്ഷികളാണ്. മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ചെറിയ വീട് മതി. പക്ഷെ ഈ കാലു, സർക്കാർ പദ്ധതിയുടെ ഉടമസ്ഥൻ അവനാണെന്നാണ് ഭാവം. കൈക്കൂലി കൊടുത്താലേ വീട് കിട്ടൂ എന്ന അവസ്ഥ. തോതാരാം എല്ലാം വളരെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. അപ്പോൾ കുയിലും മയിലും തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങൾ വിവരിച്ചു. വീടിന് പകരം അവൻ എന്നോട് പാട്ട് പാടാൻ പറഞ്ഞു. കുയിലേ, ഏതാണ് ആ പാട്ട്? കുയിലിന്റെ സംസാരം കേട്ട് അവിടെ ഉണ്ടായിരുന്ന പക്ഷികളെല്ലാം ചിരിച്ചുപോയി. അതുകഴിഞ്ഞ് നിങ്ങളൊന്ന് പറയൂ സർപ്പഞ്ച് ജി, ഇതൊരു തമിഴ് പാട്ടല്ലേ? ഇവിടെ എന്തെങ്കിലും പാട്ട് മത്സരം നടക്കുകയാണോ? അവൻ തോന്നിയതൊക്കെ പാടാൻ പറയാൻ. മയിലേ, നിനക്കെന്താണ് സംഭവിച്ചത്? അവൻ എന്നെ കൊണ്ട് ഒരുപാട് ഡാൻസ് ചെയ്യിപ്പിച്ചു. എൻ്റെ നടുവുളുക്കി സർപ്പഞ്ച് ജി. എന്നിട്ടും അവന് മതിയായില്ല. എന്നോട് 3 വാക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ മൈക്കിൾ ജാക്സൺ ഒന്നും അല്ലല്ലോ അത് ചെയ്യാൻ. ഇതൊക്കെ വലിയ അന്യായമാണ്. അവൻ അങ്ങനെ പറഞ്ഞോ? ഇത് വലിയ അന്യായമാണ്. അതെ സർപ്പഞ്ചി, അവൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വയസ്സൻ മൂങ്ങയ്ക്ക് സഹിക്കാനായില്ല. അയാൾ സംസാരിക്കാൻ തുടങ്ങി. സർക്കാർ പദ്ധതികൾ കടലാസിൽ മാത്രം പോരാ, അത് പാവങ്ങളുടെ അടുത്തേക്കെത്തണം. അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് വിശ്വാസം നഷ്ടപ്പെടും. ശരി, നാളെ പഞ്ചായത്തിന്റെ പൊതുയോഗം ചേരും. കാലുവിനെയും വിളിക്കാം. ഇനി ജനകീയ കോടതി തീരുമാനിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ പോകൂ. സഭ അവസാനിച്ചു. എല്ലാവരും അവരവരുടെ കൂടുകളിലേക്കു മടങ്ങി. ഞാൻ കരുതിയത് കാലു ചെറിയൊരു ഫീസ് വാങ്ങി സേവനം ചെയ്യുകയാണെന്നാണ്. പക്ഷേ ഇവൻ പക്ഷികളെ ഉപദ്രവിക്കുകയാണല്ലോ. അടുത്ത ദിവസം രാവിലെ പഞ്ചായത്ത് മൈതാനത്ത് പക്ഷികളുടെ വലിയൊരു നിര തന്നെ എത്തി. കുയിൽ, പ്രാവ്, മൈന, കുരുവി, മൂങ്ങ, മയിൽ, ഗോരി, ഭൂര. കാലുവിന് അർഹമായ ശിക്ഷ ലഭിക്കുമോ എന്നതായിരുന്നു എല്ലാവരുടെയും ഉള്ളിലെ ചോദ്യം. കാലു, നിന്നെക്കുറിച്ച് പരാതികൾ ഏറെയാണ്. വീട് നൽകാമെന്ന് പറഞ്ഞ് നീ കൈക്കൂലി വാങ്ങി പാവങ്ങളെ പറ്റിച്ചു. നിനക്കെന്താണ് പറയാനുള്ളത്? സർപ്പഞ്ച് ജി, ഞാൻ വെറും സേവന ഫീസ് മാത്രമാണ് വാങ്ങിയത്. ഞാൻ സഹായിക്കുകയായിരുന്നു. ഞാനില്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. കള്ളം. അവൻ കള്ളനാണ്, അഴിമതിക്കാരൻ. ശാന്തി. ശ്രദ്ധിക്കൂ, മനസ്സിലാക്കുന്നു നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണെന്ന്. പക്ഷേ സമാധാനത്തോടെ മുന്നോട്ടു നീങ്ങിയാൽ എല്ലാവരുടെയും സ്വപ്നം സഫലമാക്കാം. ഇനിമേൽ കാളുവിന്റെ ഈ അഴിമതി ഞങ്ങൾ സഹിക്കില്ല. ഇവനെ കാട്ടിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതെ, അതെ, അവനെ ഇവിടുന്ന് പുറത്താക്കൂ. ഞങ്ങൾ തീരുമാനിച്ചു. കാലുവിനെ ഈ ചുമതലയിൽ നിന്ന് മാറ്റാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇനി ഒരു സർക്കാർ പദ്ധതിയിലും അവൻ ഭാഗമാക്കില്ല. അവൻ ഉടൻ തന്നെ ഈ കാട് വിട്ടുപോകണം. സർപ്പഞ്ച് ജി, എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കൂ. ലോഭം കൊണ്ട് സംഭവിച്ചു പോയതാണ്. എനിക്ക് ഒരു അവസരം കൂടി തരൂ. ഞാൻ നന്നാകാം. സർപ്പഞ്ച് തന്റെ കടുത്ത തീരുമാനം പ്രഖ്യാപിച്ചു. നിന്റെ നന്മയ്ക്ക് നല്ലത് എത്രയും വേഗം ഈ കാട് വിട്ടു പോകുന്നതാണ്. നിനക്കിനി ഇവിടെ സ്ഥാനമില്ല. നിങ്ങൾ എന്നോട് ചെയ്തത് ശരിയല്ല. ഈ അപമാനത്തിന് ഓരോരുത്തരോടും ഞാൻ പകരം വീട്ടും. ഒടുവിൽ പ്രതികാരം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി തന്റെ കറുത്ത ചിറകുകൾ വീശി ആകാശത്തേക്ക് പറന്നുപോയി. സർപ്പഞ്ച് തോത്താറാം ജംഗിൾ സഭയിൽ എല്ലാ പക്ഷികളുടെയും പ്രശ്നങ്ങൾ കേട്ട ശേഷം പറഞ്ഞു. ഞാൻ സർപ്പഞ്ച് തോതാരാം ജംഗിൾ പഞ്ചായത്തിന്റെ പേരിൽ മേസ്ത്രി കട്ട്ഫോർബയോട് കൽപ്പിക്കുന്നു. അടുത്ത 7 ദിവസത്തിനുള്ളിൽ എല്ലാ പക്ഷികൾക്കും ഉറപ്പുള്ളതും സുരക്ഷിതവുമായ വീടുകൾ നിർമ്മിക്കണം. ഇനി ഒരു പക്ഷിയും ഭവനമില്ലാതെ ഇരിക്കില്ല.
സർപഞ്ച് ധോദാരാം ആശാരി കട്ട്ഫോർബയ്ക്ക് വീട് പണിയാനുള്ള ഉത്തരവ് നൽകി. സർപഞ്ച് ജി, ഈ ഉത്തരവാദിത്തത്തിന് നന്ദി. ഞാൻ പൂർണ്ണ മനസ്സോടെ ജോലി ചെയ്യും. എല്ലാവർക്കും കൃത്യസമയത്ത് വീട് നൽകും. ഇത് കേട്ട് ഘോരിയും ഭൂരായും പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾക്കും തലയ്ക്കുമേൽ ഒരു മേൽക്കൂരയുണ്ട്. അവരിനി മഴ നനയില്ല. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇനി നമുക്ക് പേടിയില്ലാതെ സമാധാനമായി ഉറങ്ങാം. സഭയിൽ സന്തോഷം അലതല്ലി. പക്ഷികളെല്ലാം ആവേശത്തോടെ ചിലയ്ക്കാൻ തുടങ്ങി. സർപഞ്ച് ധോദാരാം സിന്ദാബാദ്. സിന്ദാബാദ്. കട്ട്ഫോർബ ആശാരിക്ക് ജയ്. സർപഞ്ച് ധോദാരാം സിന്ദാബാദ്. കട്ട്ഫോർബ ആശാരിക്ക് ജയ്. സർപഞ്ച് ധോദാരാം സിന്ദാബാദ്. കട്ട്ഫോർബ ആശാരിക്ക് ജയ്. സഭയിൽ സന്തോഷം അലതല്ലി. പക്ഷികൾ ഉച്ചത്തിൽ ചിലയ്ക്കാൻ തുടങ്ങി. എല്ലാവരും സർപ്പഞ്ചിനോട് നന്ദി പറഞ്ഞു മടങ്ങി. 7 ദിവസത്തിനുള്ളിൽ എല്ലാവർക്കും വീട് ലഭിച്ചു. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. ആഹാ, സ്വന്തം പുതിയ വീട്ടിലിരുന്ന് ഈ മഴ ആസ്വദിക്കാൻ എന്ത് രസമാണ്. അതെ ഗോരി, നീ പറഞ്ഞത് ശരിയാണ്. ഇനി മഴക്കാലത്ത് നമ്മുടെ മക്കൾക്കൊന്നും സംഭവിക്കില്ല. നോക്കൂ, അവരെത്ര സന്തോഷത്തിലാണ്. അല്ല, ഇതെന്ത് മായാജാലമാണ്? ഇതാണ് ഈ കണ്ണാടിയുടെ മാജിക്. ഈ കണ്ണാടിയിൽ പ്രതിബിംബം കാണാൻ സാധിക്കുന്നത് നല്ല മൃഗങ്ങൾക്ക് മാത്രമാണ്. നമ്മൾ രണ്ടുപേരും മോശം മൃഗങ്ങളല്ലേ, അതുകൊണ്ടാണ് നമ്മളിതിൽ കാണാത്തത്. ഡ്രീംലാൻഡ് കാട്ടിൽ എല്ലാ പക്ഷികളും മൃഗങ്ങളും സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരു സിംഹം, ഒരു ആന, കഴുകനായിരുന്നു നോക്കി നടത്തിയിരുന്നത്. അതുകൊണ്ട് കാട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായി നടക്കുമായിരുന്നു. അവരിൽ ഒരു ചോട്ടുമാൻ ആയിരുന്നു കുസൃതിയും ബഹളവും എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുമായിരുന്നു. ഒരു ദിവസം ചോട്ടുമാനെ കാണാൻ കൂട്ടുകാരൻ മോണ്ടു കുരങ്ങൻ വന്നു. അല്ല മോട്ടു ബംഗർ, നീ ഇവിടെ? അതെ, എനിക്ക് നിന്റെ ഓർമ്മകൾ തന്നു. പിന്നെ പറ, നിന്റെ കാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാം നന്നായി പോകുന്നു. കുറെ മാസങ്ങളായി ആരും തമ്മിൽ വഴക്കൊന്നും കണ്ടില്ല. സിംഹവും ആനയും പരുന്തും കൂടി ചേർന്നാണ് കാട്ടിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നവുമില്ല. അത് ശരി, ഇത് നോക്ക്, നിനക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നതെന്ന്. ഈ കണ്ണാടി നിങ്ങളുടെ വനത്തിൽ അരാജകത്വം സൃഷ്ടിക്കും. ആണോ? അതിന് മാത്രം എന്താ ഈ കണ്ണാടിയിലുള്ളത്? ഒരു മിനിറ്റേ. മോണ്ടു കുരങ്ങൻ ആ കണ്ണാടി മരത്തിൽ ചാരി വെച്ചു. ഇനി നീ കണ്ണാടിയുടെ അടുത്തേക്ക് വാ. ചോട്ടുമാൻ ആ കണ്ണാടിയുടെ മുമ്പിൽ വന്നു. പക്ഷെ അതില് അവനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അല്ല, ഇതെന്ത് മായാജാലമാണ്? ഇതാണ് ഈ കണ്ണാടിയുടെ മാജിക്. ഈ കണ്ണാടിയിൽ പ്രതിബിംബം കാണാൻ സാധിക്കുന്നത് നല്ല മൃഗങ്ങൾക്ക് മാത്രമാണ്. നമ്മൾ രണ്ടുപേരും മോശം മൃഗങ്ങളല്ലേ, അതുകൊണ്ടാണ് നമ്മളിതിൽ കാണാത്തത്. അത് ശരി, പിന്നെ നമുക്കിതുകൊണ്ട് എന്താ പ്രയോജനം? പ്രയോജനം ഇതാണ്, ഈ കണ്ണാടിയുടെ മുമ്പിൽ ഏതെങ്കിലും നല്ല മൃഗങ്ങൾ വന്നാൽ അവരപ്രത്യക്ഷരാവും. പിന്നെ ഈ കണ്ണാടിയിൽ നിന്നും അവനെപ്പോലെ തന്നെയുള്ള ഒരു മോശം മൃഗം പുറത്തേക്ക് വരും. ഇത് കൊള്ളാലോ. അത് ശരി, വാ, ഈ കണ്ണാടി എടുത്ത് നീ എൻ്റെ കൂടെ വാ. ചോട്ടുമാൻ മോണ്ടു കുരങ്ങനെ നേരെ ആനയുടെ അടുത്ത് കൊണ്ടുപോയി. ആ സമയത്ത് ആന തറയിൽ നിന്നും പുല്ല് തിന്നുകയായിരുന്നു. ആനരാജാവേ, ആനരാജാവേ, ദേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. അതാരാണ്? അപ്പോഴേക്കും ആന തിരിഞ്ഞു നോക്കി. അപ്പോ കണ്ണാടിയില് ആനയ്ക്ക് ആനയെ തന്നെ കാണാൻ പറ്റി. ഇതെന്താ, നിങ്ങളെന്താ എന്നെ കണ്ണാടി കാണിക്കുന്നത്? അത് നിങ്ങൾ ഉടനെ തന്നെ അറിയും ആന മഹാരാജാവേ. അപ്പോഴേക്കും ആന അപ്രത്യക്ഷമായി. എന്നിട്ട് കണ്ണാടിയിൽ നിന്നും അവനെ പോലെ ഇരിക്കുന്ന ഒരു ആന പ്രത്യക്ഷപ്പെട്ടു. സുഖമായി ഇവിടെ പുല്ലും തിന്നുകൊണ്ടിരുന്ന എന്നെ നിങ്ങൾ എന്തിനാണ് ശല്യപ്പെടുത്തിയത്? ഏയ്, ഞങ്ങളെപ്പോഴാ ശല്യപ്പെടുത്തിയത്? എന്നിട്ട് ആന ചോട്ടുമാനെയും മോണ്ടു കുരങ്ങനെയും 2 പേർക്കും ഓരോ ഇടി കൊടുത്തു. എന്നിട്ട് അവിടുന്ന് പോയി. സമയം മെനക്കെടുത്താനായി ഓരോന്ന് വന്നോളും. അല്ല, ഇങ്ങേർക്ക് ഇതെന്താ സംഭവിച്ചത്? അയാൾ നമ്മളെ എങ്ങനെ ഉപദ്രവിച്ചത് അത് മോശം മൃഗമായതുകൊണ്ടാ. നമുക്ക് കാട്ടിലേക്ക് പോയി മറ്റുള്ള മൃഗങ്ങളെ എല്ലാം ഇതുപോലെ ചെയ്യാം. അത് കൊള്ളാം, വാ, നമുക്ക് സിംഹത്തിന്റെ അടുത്തേക്ക് പോവാം. അവര് 2 പേരും ആ കണ്ണാടിയും കൊണ്ട് സിംഹത്തിന്റെ അടുത്ത് പോയി.
സിംഹരാജൻ, ഒന്ന് നോക്കിയേ, അങ്ങേ ഈ കണ്ണാടി കാണാൻ എങ്ങനെയുണ്ടെന്ന്. നിങ്ങൾക്ക് ഈ കണ്ണാടി എവിടെ നിന്നാ കിട്ടിയത്? ഇത് മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന കണ്ണാടിയല്ലേ? ഇങ്ങനെ പറഞ്ഞ് സിംഹം അപ്പൊ അപ്രത്യക്ഷമായി. അതിനു പകരം വേറൊരു സിംഹം പ്രത്യക്ഷപ്പെട്ടു. ഇത് കൊള്ളാലോ, ഒരു മാനും ഒരു കുരങ്ങനും. ഇന്ന് നല്ല രസമായിരിക്കും. അയ്യോ, ഇത് നമ്മളെ തിന്നുന്നതിനെ കുറിച്ചാ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. വേഗം ഓടിക്കോ. അവര് രണ്ടുപേരും അവിടെ ഓടി. സിംഹം എന്നിട്ട് കാട്ടിലോട്ട് പുറപ്പെട്ടു. അവിടെ നോക്കിയപ്പോ കുറുക്കൻ വേറെ ഏതോ മൃഗത്തിന്റെ മാംസം തിന്നുകയായിരുന്നു. കുറുക്ക, ഈ മാംസം എനിക്ക് വേണം. നിനക്ക് വേണമെങ്കിൽ നീ വേറെ കണ്ടെത്തിക്കോ. ഇല്ല സിംഹരാജൻ, ഇത് ഞാൻ വേട്ടയാടി കണ്ടെത്തിയതാണ്. ഒരു രാജാവായിട്ടും നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു? ഇവിടുന്ന് പോക്കോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ആയിരിക്കും വേട്ടയാടി കഴിക്കുക. ഇത്രയും പറഞ്ഞ് സിംഹം ഗർജിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും കുറുക്കൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. ഇതൊന്നും അത്ര നല്ലതല്ല സിംഹരാജൻ. ഇപ്പുറത്ത് അപ്പോഴേക്കും ആനയും കാട്ടിലെത്തി. അവൻ നോക്കുമ്പോൾ മരത്തിൽ ടീനു കിളി സ്വന്തം കൂട്ടിൽ കുഞ്ഞുമായിട്ട് സംസാരിക്കുന്നത്. ഏയ് പക്ഷി, നീ എന്തിനാ ഈ മരത്തിന്റെ മുകളിൽ കൂടുണ്ടാക്കിയത്? ആന രാജാവേ, നിങ്ങൾ ഇത് എന്താണ് ഈ പറയുന്നത്? എന്റെ കിളിക്കൂട് എത്രയോ നാളായിട്ട് ഇവിടെ തന്നെ ഉണ്ടല്ലോ. എനിക്ക് ഈ മരത്തിന്റെ ചില്ലകൾ കഴിക്കണം. ഞാനിത് മുറിക്കാൻ പോവാണ്. ഇത്രയും പറഞ്ഞ ദേഷ്യത്തിൽ ആന മരത്തിനെ കുലുക്കാൻ തുടങ്ങി. അയ്യോ ആന രാജാവേ, ഇതെന്താ ചെയ്യുന്നത്? എന്റെ വീട് നശിച്ചു പോകും. ആന നിന്നില്ല. എന്നിട്ട് ആന 2-3 പ്രാവശ്യം കുലുക്കി ആ മരത്തിനെ വീഴ്ത്തി. മരം വീണതോടെ ടീനു കിളിയുടെ കൂടും താഴത്തോട്ട് വീണു. ആന രാജാവേ, നിങ്ങൾ ഇത് ചെയ്തത് ശരിയല്ല. നിന്റെ കൂട് താഴെ വീഴ്ത്താൻ പറ്റിയതിൽ ഞാൻ സന്തോഷവാനാണ്. ഇനി എനിക്ക് സമാധാനമായി ഈ മരത്തിന്റെ ചില്ലകൾ കഴിക്കാം. ആനയും സിംഹവും കൂടി എല്ലാ മൃഗങ്ങളെയും ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുകയായിരുന്നു. എല്ലാരും കൂടെ അവരുടെ പ്രശ്നം പറയാൻ കഴുകന്റെ അടുത്ത് വന്ന് സഭ ചേർന്നു. എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഈ സിംഹത്തിനും ആനയ്ക്കും എന്തു പറ്റി? ഇവർ രണ്ടുപേരും രാജാവായിരുന്നിട്ടും മോശം കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നു? ഇനി നിങ്ങൾ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരാ ചെയ്യണേ? ശരി, സോനുപ്രാവ് പോവൂ. ചെന്നിട്ട് രണ്ടുപേരോടും പറയേ പരുന്ത് രാജാവ് അവരെ വിളിക്കുന്നെന്ന്. സോനു കാക്ക അവിടുന്ന് പുറപ്പെട്ടു. അപ്പോഴേക്കും ആനയും സിംഹത്തിനെയും തടാകത്തിന്റെ അടുത്ത് നിൽക്കുന്നതായിട്ട് കാണും. എത്ര തന്നെ ഭീകരത കാണിച്ചിട്ടും അധികാരം കിട്ടുന്നില്ലല്ലോ. പറയേ, ഇനി എന്ത് ചെയ്യുന്ന? ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, നമ്മൾ രണ്ടുപേരും ചേർന്ന് ഈ കാടിനെ ആക്രമിക്കാം. എല്ലാം നമുക്ക് നശിപ്പിച്ചു കളയാം. അതെ, അത് വളരെ നന്നായിരിക്കും. പെട്ടെന്ന് ധൃതിയിൽ പറന്നുകൊണ്ട് ആ സോനു കാക്ക അവരുടെ അടുത്തെത്തി. എന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തു പറ്റി? നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു? ഇപ്പൊ ചോട്ടുമാനും മോണ്ടു കുരങ്ങനും മനസ്സിൽ ഒരുപാട് സന്തോഷമായി. ഇപ്പൊ നല്ലൊരു തമാശ കാണാം. ആനയും സിംഹവും ഓടി ഓടി സഭയുടെ അടുത്തോട്ട് വരികയായിരുന്നു. കാലാവസ്ഥയും ശരിയല്ലായിരുന്നു. മഴയാണെങ്കിൽ പെയ്യാൻ തുടങ്ങുമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും എത്തിയോ? എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്? കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിൽ വളരെ സന്തോഷം കിട്ടുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് ആനയും സിംഹവും മറ്റു മൃഗങ്ങളെ വന്ന് ഉപദ്രവിക്കാൻ തുടങ്ങി. ഇപ്പുറത്ത് നല്ല മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ കണ്ണാടി കൈന്ന് താഴെ വീണു. അവിടെ ഉണ്ടായിരുന്ന മരത്തിന്റെ ഒരു കമ്പ് പൊട്ടി അതിന്റെ മേൽക്ക് വീണു. അങ്ങനെ കണ്ണാടി പൊട്ടി. കണ്ണാടി പൊട്ടിക്കഴിഞ്ഞപ്പോ ശരിക്കുള്ള ആനയും സിംഹവും തിരിച്ചു വന്നു. അതെ ആന, നീ ഞാൻ ഇത്ര ദിവസം എവിടെയായിരുന്നു? വല്ല ഓർമ്മയുണ്ടോ? എനിക്ക് എൻ്റെ കാര്യം തന്നെ അറിയില്ല, ഞാൻ എവിടെയായിരുന്നു എന്ന്. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവാം. മറ്റുള്ള മൃഗങ്ങളെ കണ്ടാലേ ബാക്കി അറിയൂ എന്തൊക്കെയാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നതെന്ന്. രണ്ടുപേരും ഓടി സഭ കൂടിയ സ്ഥലത്ത് വന്നു. നോക്കുമ്പോ അവരെ പോലെ ഇരിക്കുന്ന ആനയും സിംഹവും കൂടി ചേർന്ന് മറ്റു മൃഗങ്ങളെ ഉപദ്രവിക്കുകയായിരുന്നു. നിർത്ത്. അല്ല, ഇതെന്താ? 2 സിംഹം 2 ആന, ഇതെങ്ങനെ സംഭവിച്ചു?
ശരിക്കുള്ള ആനയും സിംഹവും കൂടെ ചേർന്ന് അവരുടെ അടുത്ത് മുട്ടാൻ പോയി. മുട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും വ്യാജ സിംഹവും ആനയെ അപ്രത്യക്ഷമാകും. ഇതെന്താണ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇതിനൊക്കെ കാരണം ചോട്ടുമാൻ അവന്റെ കൂട്ടുകാരൻ കുരങ്ങനുമായി ഇങ്ങോട്ട് വന്നിരുന്നു. ഒരു മാന്ത്രിക കണ്ണാടി ഉപയോഗിച്ചുകൊണ്ട് അവർ ഞങ്ങളുടെ രൂപസാദൃശ്യമുള്ള രണ്ടുപേരെ കാട്ടിലേക്ക് അയച്ചു. അവർ വന്ന് കാട് നശിപ്പിക്കാനും കാട്ടിലെ മൃഗങ്ങളെ ആക്രമിക്കാനും തുടങ്ങി. ഇത് കേട്ട എല്ലാ മൃഗങ്ങൾക്കും ദേഷ്യം വന്നു. എന്നിട്ട് എല്ലാരും ചോട്ടുമാനെയും മോണ്ടു കുരങ്ങനെയും ഇടിച്ചു. പ്രിയ പിള്ളേരെ, മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. കുശുമ്പ് കാണിക്കുക, മറ്റുള്ളവരെ ചെന്ന് ദ്രോഹിക്കുക, ഇതെല്ലാം ചെയ്താൽ കഷ്ടമാണ്. നമുക്ക് നല്ലതൊന്നും